ഹായ് ഡിയേഴ്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എൻ്റെ മിഞ്ചിംദാസ് കാസിലേക്ക് സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു കുഞ്ഞുടുപ്പും ഒരു ബേബി സെറ്റും എങ്ങനെ എളുപ്പത്തിൽ ഡിസൈൻ ചെയ്യുന്നു എന്ന് കാണിക്കാനാണ് വന്നിട്ടുള്ളത്. അതിൽ മെയിൻ ഫ്രോക്കാണ് ഞാൻ കാണിക്കുന്നത്. ഇത് ആദ്യം എടുത്തത് കൊണ്ട് തന്നെ ഒട്ടും ശരിയായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ പിക്കൊക്കെ കാണുമ്പോൾ നേരത്തെ എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കാറുണ്ട്, ഇതൊന്ന് വീഡിയോ ഇടുമെന്നിപ്പോൾ കൂടുതൽ പേരും വന്നിട്ട് എന്നോട് വാട്സപ്പിലൊക്കെ ചോദിച്ചതുകൊണ്ട് മാത്രം ഞാനിവിടെ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇതിലൊരുപാട് മിസ്റ്റേക്ക് ഉണ്ട്, എല്ലാവരും ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു. ആദ്യം തന്നെ നെറ്റിൻ്റെ വേണ്ടാത്ത കരയൊക്കെ മുറിച്ച് കളയണം. അതൊക്കെ കുത്തുന്ന ഇതാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ കരയൊക്കെ മുറിച്ച് കളഞ്ഞിട്ട് വേണ്ട ഒരു ഉടുപ്പിന് വേണ്ട പാകത്തിനുള്ള ഒരു പാവാടക്കുള്ള സ്കേർട്ട് താഴേക്കുള്ള നെറ്റാണ് ആദ്യം കട്ട് ചെയ്തിട്ട് എടുക്കുന്നത്. ഇത് 6 മീറ്റർ തുണിയുണ്ട്. അതിന് ഡബിൾ ലെയറായിട്ടാണ് കൊടുക്കുന്നത് നെറ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളത് കട്ട് ചെയ്തു. ഞാനിവിടെ അളവൊന്നും എടുക്കുന്നില്ല, ഞാനൊരു കൈക്കണക്കാണ്. പ്രാക്ടീസ് ഉള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം, അല്ലാതെ നിങ്ങൾ അറിയാത്തവരാണെങ്കിൽ പിന്നെ ഇങ്ങനെ ബിഗിനേഴ്സ് ഒന്നും ഇങ്ങനെ ചെയ്യരുത്. നല്ല അളവ് എടുത്തിട്ട് തന്നെ വേണം ചെയ്യാൻ. ഞാൻ പിന്നെ ചെറിയ കുഞ്ഞിന് ഏകദേശം അറിയാം, ഒരു 8 ഇഞ്ചൊക്കെ ഇതും നീളവും ഒക്കെ മതിയാവും നമുക്ക്. ഒരു കൈക്കണക്കിന് ചെയ്തതാണ്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. കൈക്കുഴിയും പിന്നെ ബാക്കിൽ ഞാനൊരു കേവ് കൊടുത്തിട്ട് ഒരു ബോ വെക്കാനാണ് വിചാരിച്ചിരിക്കുന്നത്. കോണിൽ ഇങ്ങനെ കട്ടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ലൈനിങ് കൂടി കട്ടാക്കി എടുത്തു. പിന്നെ ഫ്രണ്ടിൽ നമ്മളൊരു ബോർഡർ കൊടുക്കുന്നുണ്ട് യോക്കിലേക്ക്. അതിലാണ് നമ്മൾ ബോക്കെ ഫ്ലവറൊക്കെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു പീസ്, പിന്നെ ബോക്കെ ഹെയർ ബാൻഡിലേക്കും ഇതിൽ ഈ ബാക്കിലേക്കൊക്കെയുള്ള ബോ, അതിന് വേണ്ടിയിട്ടുള്ളതൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുത്തു. നല്ല ഗോൾഡൻ കളറിലുള്ള തുണിയിലാണത് എടുത്തിട്ടുള്ളത്. കുറച്ച് നല്ല തുണിയാണ്, ഇതിൽ കാണുന്നതിനേക്കാളും നല്ല തുണിയാണത്. എല്ലാം നല്ല തുണി തന്നെയാണ് എടുത്തത്. ലൈനിങ്ങിനും അങ്ങനെ തന്നെ നല്ല തുണി തന്നെയാണ് എടുത്തത്. കാരണം നമുക്ക് കുഞ്ഞിനെ ചെയ്യുന്നതല്ല, ചെറിയ കുഞ്ഞിനെ. അപ്പോൾ പിന്നെ സ്റ്റിച്ചിങ് ഒന്നും നമ്മൾ അതിന് ക്യാൻവാസോ ഒന്നും കൊടുക്കേണ്ടതില്ല, ചെറിയ കുഞ്ഞല്ല. അപ്പോൾ സോഫ്റ്റ് അങ്ങനെ തന്നെ വെച്ചടിച്ച് മറിക്കുകയാണ് ഞാൻ ചെയ്യുന്നത്. അതിൻ്റെ കർവ്, മറ്റേ സൈഡ് നെക്ക്, ഇതൊക്കെ ഇത് ബാക്കിൽ ഞാൻ പറഞ്ഞില്ലേ ചെരിച്ചിട്ട് ഒരു പീസാണ് കൊടുത്തിട്ടുള്ളത്. സിബൊന്നും കൊടുത്തിട്ടില്ല ഞാൻ, കാരണം കുഞ്ഞല്ലേ, അപ്പോൾ കുത്തണ്ട വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ബോ ആണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത്. അതൊക്കെ നമ്മൾ ഈ കർവ് ഷേപ്പിലുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ക്രോസ് ആയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മൾ മറിച്ചെടുത്ത് നേരെയാക്കുമ്പോൾ അത് ശരിക്കും നിൽക്കില്ല, വലിഞ്ഞു പിടിച്ചതുപോലെ നിൽക്കും. അപ്പോൾ തുണിയൊന്ന് ചുരുണ്ട് നിൽക്കും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്താൽ നന്നായിട്ട് നിന്നോളും. പിന്നെ മേലെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കണം. ഞാൻ എല്ലാ സൈഡൊന്നും പതിച്ചടിച്ച് കൊടുക്കാറില്ല, കാരണം നെക്ക് ബാക്കൊക്കെ പതിക്കാതെ അങ്ങനെ തന്നെ ഇസ്തിരിയിട്ട് ഷേപ്പാക്കി കൊടുക്കുമ്പോഴാണ് ഭംഗി. പിന്നെ ബാക്ക് സൈഡൊക്കെ മാത്രം നമ്മളങ്ങനെ പതിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഫ്രണ്ട് നെക്കാണ് ഞാൻ അടിക്കുന്നത്. ലൈനിങ് ഞാൻ കട്ട് ചെയ്തെടുക്കാറില്ല, ഞാൻ അങ്ങനെ തന്നെ വെച്ചടിച്ചിട്ട് ലൈനിങ്ങും ഇതുപോലെ ഞാൻ എങ്ങനെയാണ് സിമ്പിൾ ചെയ്യുന്നത് എന്ന് കാണിക്കാൻ തന്നെയാണ് ഈ വീഡിയോ എടുത്തതും. അങ്ങനെ തന്നെ അടിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അപ്പോൾ നമുക്ക് നെക്കൊക്കെ നല്ല കറക്റ്റായിട്ട് കിട്ടും. നിങ്ങൾക്ക് അതിന് ഒരു പിന്ന് വെച്ച് കുത്തിയിട്ടോ ഒക്കെ അല്ലെങ്കിൽ പതിച്ചടിച്ചിട്ടൊക്കെ അടിക്കാം, അല്ലെങ്കിൽ പിന്നെ ഇത് ബുദ്ധിമുട്ടാണ് നിങ്ങൾക്ക്. ഞാൻ അങ്ങനെ തന്നെ വെച്ചടിക്കാറാണ് ചെയ്യാറ്. ഒക്കെ അടിച്ചതിന് ശേഷം കൂടുതലുള്ള ഭാഗങ്ങൾ കുറച്ച് കൂടുതൽ തന്നെ എടുക്കും, കാരണം നമുക്ക് പിന്നെ അത് ചെറുതായി പോയാൽ ബുദ്ധിമുട്ടാണ്. അപ്പം ലൈനിങ്ങൊക്കെ കുറച്ച് കൂടുതൽ തന്നെ എടുത്തിട്ട് നമ്മൾ പിന്നെ ഷേപ്പാക്കി കൊടുക്കലാണ്. ഞാൻ അങ്ങനെയാണ് ചെയ്യാറ്. നെക്കൊക്കെ പിന്നെ കൈയിൻ്റെ കർവ് ഒക്കെ ഞാൻ പിന്നെയാണ് കട്ട് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ അടിക്കാനും എളുപ്പമാണ്. ബിഗിനേഴ്സിനൊക്കെ പറ്റിയതാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ബാക്ക് നെക്കൊന്നും നമ്മൾ ലൈനിങ് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, അത് പിന്നെ കട്ട് ചെയ്തെടുത്താൽ മതി. കുഞ്ഞുടുപ്പിനൊക്കെ അങ്ങനെ തന്നെയാണ് ഏറ്റവും കൂടുതൽ എളുപ്പം. പിന്നെ നമുക്കതൊക്കെ കട്ട് ചെയ്ത് കളയാം. അധികമുള്ള ഭാഗങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ട് ഒന്ന് ഫ്രണ്ട് നമുക്ക് അറ്റാച്ച് ചെയ്യാം. ലൈനിങ്ങും തുണിയായിട്ട് അറ്റാച്ച് ചെയ്യാം. അതിനുശേഷം 2 ചുമലുകൾ തമ്മിൽ യോജിപ്പിക്കാം. ചുമൽ ഞാൻ അകത്തോട്ടേക്ക് ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതായത് ബാക്ക് പീസ്
ഇതിൻ്റെ ചുമലിൻ്റെ അകത്തേക്ക് ഈ ബാക്ക് പീസ് മറിക്കരുത്, ഫ്രണ്ട് പീസ് മറിക്കണം. എന്നിട്ട് അകത്തേക്ക് വെച്ച് കൊടുത്തിട്ട് അടിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഇതിൻ്റെ തുമ്പൊന്നും പുറത്തേക്ക് വരില്ല. അപ്പോൾ കുഞ്ഞിന് കുത്തുകയോ ഒന്നും ചെയ്യില്ല. നമുക്ക് അങ്ങനെ നല്ല അത് ആർക്കായും നമ്മളങ്ങനെ തന്നെയാണ് നെക്കൊക്കെ അങ്ങനെ ചെയ്യേണ്ടത്. അപ്പം നല്ല അടങ്ങി നിന്നോളും. ബാക്കി അരൻ്റെ ഭാഗത്തൊക്കെ ഞാൻ വേറെ പീസ് വെച്ച് അടിച്ചു കൊടുക്കുന്നുണ്ട്. അതും അങ്ങനെ തന്നെ ലൈനിങ് താഴോട്ടിട്ടിട്ട് നമുക്ക് ചെയ്യാം. നെക്കിന് പതിച്ച് അടിക്കരുത്, അപ്പോൾ ആ ഭംഗി കിട്ടൂല. സൈഡ് മാത്രം ഞാനൊന്ന് തുണി കുറച്ച് ഷൈനിങ്ങുള്ള കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്നൊരു തുണിയാണ്. അതിന് വേണ്ടിയിട്ടൊന്ന് സൈഡ് മാത്രം ഞാൻ അടിക്കുന്നുണ്ട്. നെക്കിന് പിന്നെ കൈ കുഴിക്കൊന്നും അങ്ങനെ അടിക്കരുത്. അങ്ങനെ തന്നെ കാണാനാണ് ഭംഗി. ഇസ്തിരിയിട്ട് ഒന്ന് ഷേപ്പ് ശരിയാക്കി കൊടുത്താൽ മതി. അവസാനം സ്റ്റിച്ചിങ്ങിൻ്റെ ഇടയിൽ തന്നെ ഷേപ്പാക്കുകയാണെങ്കിലാണ് നല്ലത്. ഇനി നമുക്ക് ഗൗണിൻ്റെ താഴെ പാവാടക്കുള്ള ഞെറി നെറ്റ് അടിച്ചു കൊടുക്കാം. നീളത്തിൽ വലിയ സ്റ്റിച്ചിൻ്റെ ഏറ്റവും വലിയ സ്റ്റിച്ചിൽ അടിച്ചു കൊടുത്തിട്ട് അതിന് സൂചി നൂല് വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഒന്ന് വലിച്ചു കൊടുക്കാം. അങ്ങനെ ഞെറിയെടുക്കാനാണ് എളുപ്പം. അങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. ഇതിന് കുഞ്ഞുടുപ്പായതുകൊണ്ട് വലിയതിലേക്കൊന്നും അങ്ങനെ ചെയ്യാറില്ല. ഞാൻ ഞെറി തന്നെ വെച്ചടിക്കാറാണ്. ഇപ്പോൾ രണ്ടാമത്തെ ലെയർ ഞാൻ ഞെറി വെച്ചടിക്കുകയാണ് ചെയ്യുന്നത്. അതിന് അത്രയും ഞെറി കൊടുക്കുന്നില്ല. ആദ്യത്തേന് കൂടുതൽ ഞെറി കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ ലെയർ കുറച്ച് കുറവ് ഞെറിയേ കൊടുക്കുന്നുള്ളൂ. അത്യാവശ്യം ഞെറി ഇടുന്നുണ്ട് ഇതിനും, എന്നാൽ അത്രയും കൊടുക്കുന്നില്ല. അത് നല്ല ഞെറിയുണ്ട്. നെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ ലെയർ തന്നെ കൊടുക്കാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ അകത്തുള്ള ലൈനിങ്ങിന് സാറ്റിനായാലും കോട്ടനായാലും അത് കാണും. അപ്പോൾ ഒരു നെറ്റ് തന്നെ കാണുമ്പോഴുള്ള ആ ഭംഗി കിട്ടില്ല. അതിന് വേണ്ടിയിട്ടാണ് ഡബിൾ ലെയർ തന്നെ നെറ്റ് കൊടുക്കാൻ പറയുന്നത്. ഞാൻ എന്ത് നെറ്റിൽ ചെയ്യുമ്പോഴും ഡബിൾ ലെയർ കൊടുത്തിട്ട് തന്നെയാണ് ചെയ്യാറ്. അത് നല്ലോണം ഞെറിയിട്ട് ചെയ്യുന്നതായാൽ പോലും അത് പിന്നീട് ഒറ്റ ലെയറാണെങ്കിൽ അത് കാണുന്നുണ്ട്. പിന്നെ ഗൗണ് തട്ടൊക്കെ ആയിട്ടുള്ള ഗൗണാണെങ്കിൽ ചെറിയ പീസല്ലേ, അപ്പം അത്രയും കാണില്ല. എന്നിട്ട് നമ്മൾ മറിച്ചിട്ട് ഒന്ന് നോക്കുക. എവിടെയെങ്കിലും കയറി അടിച്ചിട്ടോ തുഞ്ച് പുറത്തായിട്ടോ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. അത് കഴിഞ്ഞ ശേഷം ലൈനിങ് വെച്ചടിക്കുക. ലൈനിങ്ങും ഡബിൾ ലെയറാണ് ഞാൻ കൊടുക്കുന്നത്. അതും ഞാൻ ആദ്യം ഒന്ന് പതിച്ചടിച്ചിട്ടൊന്നുമില്ല, ഇതിലേക്ക് തന്നെയാണ് നേരിട്ട് വെച്ചടിക്കുന്നത്. ഒന്ന് ശ്രദ്ധിച്ചിട്ട് തന്നെ ലൈനിങ് വെക്കുമ്പോൾ അടിക്കാൻ നോക്കണം. കാരണം നെറ്റാവുമ്പോൾ അടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വന്നിട്ട് കുടുങ്ങിയൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ വന്നാൽ അത് പിന്നെ അയക്കാനും അതിനെ ശരിയാക്കാനൊക്കെ വളരെ പാടായിരിക്കും. അപ്പോൾ ബിഗിനേഴ്സ് അതൊക്കെ ശ്രദ്ധിക്കണം. പിന്നെ അടിച്ച് പ്രാക്ടീസ് ആയവരായതുകൊണ്ട് അതൊന്നും വലിയ കാര്യമായിട്ട് അങ്ങനെ വരാറില്ല. ഇടയ്ക്ക് വരാറില്ല എന്നല്ല. പിന്നെ നമ്മൾ അരയിൽ പിന്നെ ഇതൊക്കെ പുറത്ത് വരുന്നതിന് വേണ്ടിയിട്ട് ഒരു കോട്ടൻ്റെ തന്നെ ഒരു പീസ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ അടിച്ചു കൊടുത്തിട്ട് അതിനെ മടക്കി അടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ തുഞ്ചൊക്കെ അകത്ത് നിന്നോളും, പിന്നെ കുത്തുകയോ ഒന്നും ചെയ്യില്ല. ലൈനിങ് തന്നെ അങ്ങനെ ലാസ്റ്റ് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അടിച്ചിട്ട് താഴോട്ടിട്ടാലും മതി. എന്നാലും അത് പുറത്ത് വരാൻ സാധ്യതയുള്ളതുകൊണ്ട് കുഞ്ഞല്ലേ, ഞാൻ ഇങ്ങനെ തന്നെ വെച്ചടിച്ചതാണ്. കുട്ടികളുടെയൊക്കെ ഞാൻ ഇങ്ങനെ തന്നെയാണ് അടിക്കാറ്. ഇങ്ങനെ മടക്കി തയ്ച്ച് അകത്താക്കി കഴിഞ്ഞാൽ നല്ല അവിടെ സേഫായിട്ട് നിന്നോളും, പിന്നെ ഒട്ടും പുറത്തേക്ക് വരില്ല. ഇനി നമുക്കതിൻ്റെ ബോക്കെ സ്ക്വയർ ഷേപ്പിലാണ് ഞാൻ കട്ട് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ വീഡിയോ എൻ്റെ എന്തോ നഷ്ടമായിപ്പോയി. അത് അടിച്ച ശേഷം ഇങ്ങനെ ഞൊറി വെച്ച് കൊടുത്തിട്ട് ഒരു നേരിയ പീസ് അതും അകത്ത് നിന്ന് അടിച്ചിട്ട് മറിച്ചെടുക്കണം. ആ നേരിയ പീസ് അതിൻ്റെ നടുവിൽ വെച്ചിട്ട് ആ ഞൊറി ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് അതിനെ ഒന്ന് തയ്ച്ചു കൊടുക്കുക. അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള ബോ ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമുക്ക് എല്ലാ ബോവും അങ്ങനെ ചെയ്തു കൊടുക്കാം. ഹെയർ ബാൻഡിന് പിന്നെ കാലിന് സോക്സിന് പകരം ഷൂവിന് പകരം കുഞ്ഞിന് രണ്ട് ഇങ്ങനെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട്. റബ്ബറിലേക്ക് ഫ്ലവറൊക്കെ വെച്ചിട്ട്. ഇത് ഫ്ലവർ ഇങ്ങനെ തന്നെ വാങ്ങിയതാണ്. കുറച്ച് നല്ല റേറ്റ് ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയൊക്കെ കുഞ്ഞുടുപ്പിനൊക്കെ ഇങ്ങനെ വാങ്ങി വെക്കുമ്പോഴാണ് ഭംഗി. ചെറിയ റേറ്റിൻ്റെ അത് ഉണ്ടാവും, 15-20 രൂപക്കൊക്കെ കിട്ടുന്നുണ്ട്.
ഇത് 30 എന്തോന്ന് ഞാൻ കൊടുത്തത്. പിന്നെ ഹെയർ ബാൻഡും അങ്ങനെ തന്നെ അകത്തുനിന്ന് പിന്നെ അടിച്ചിട്ട് റബ്ബർ ഇട്ടിട്ട് മറിച്ചിട്ടാണ് ഞാനിത് ഹെയർ ബാൻഡ് ചെയ്തിട്ടുള്ളത്. അതിലേക്കും ഒരു കുഞ്ഞു ബോവും ഈ ഫ്ലവറും വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ സോക്സ് പോലെ ചെയ്ത ആ ഷൂവിന് കാലിനുള്ള ചെരുപ്പ് പോലെ ചെയ്യുന്നുണ്ടല്ലോ, അതിന് ഒരു നെറ്റിൽ തന്നെ ഒരു ബോ പോലെ ചെറിയ ഞെറിയിട്ട് ചെയ്ത് കൊടുത്തിട്ട് അതിലേക്ക് ആ ഫ്ലവറും വെച്ച് കൊടുത്തു. അപ്പോൾ നല്ല ഭംഗിയായി കിട്ടി. അപ്പം നമ്മുടെ ചെറിയ കുഞ്ഞു ഗൗൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി തൊട്ടിലിന് ഞാൻ പ്രത്യേകിച്ചിട്ട് കുറേ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല. തൊട്ടിലിന് അല്പം വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ്, നമ്മളെ ഫാമിലി ഇപ്പോൾ ചെറുതാണല്ലോ, കുറച്ച് വലിയ ഫാമിലിയൊക്കെ ആയി കഴിഞ്ഞിട്ട് ശേഷം സബ്സ്ക്രൈബേഴ്സ് എല്ലാം ഒന്ന് കൂടിക്കഴിഞ്ഞ ശേഷം ഞാൻ ഇതിൻ്റെ വിശദമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് ചെയ്തു തരാം. ഇത് പില്ലോ ഒക്കെ നമ്മൾ ആദ്യം കവറിൽ അടിക്കും, എന്നിട്ട് ഇതൊക്കെ നിറച്ച് കൊടുക്കും. പില്ലോ, ബെഡ് ഒക്കെ നമ്മളെ തൊട്ടിലിന് ആവശ്യമായ അളവിന് അടിച്ചു കൊടുത്തിട്ട് അതൊക്കെ അതിൽ സെറ്റ് ചെയ്തിട്ട് അതിലേക്കാണ് ഈ നെറ്റും ഞൊറികളൊക്കെ വെച്ച് അടിച്ചു കൊടുത്ത് ബോക്കെ അടിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഫിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് അവരുടെ ഫങ്ഷൻ്റെ ഫോട്ടോസാണ്. അവർ സ്റ്റാറ്റസും മറ്റേ ഇൻസ്റ്റാ സ്റ്റോറിയൊക്കെ ഇട്ട പിക്ചേഴ്സാണ്. എനിക്ക് താങ്ക്സൊക്കെ പറഞ്ഞിട്ട് അവർ സ്റ്റോറി ഇട്ടിരുന്നു. പിന്നെ സജിലി സലീം എൻ്റെ പേജ് ഷെയർ ചെയ്തതും സജിലി സലീമിൻ്റെ സ്റ്റോറിയൊക്കെ ഇതിൽ കാണാം. അവരും സ്റ്റോറി ഇട്ടിരുന്നു. അവരെ അനുജൻ്റെ കുഞ്ഞിനാണ് ഇത് ഞാൻ ചെയ്തത്. അപ്പോൾ അവരിട്ട പിക്ചേഴ്സാണ് ഇതൊക്കെ. അപ്പോൾ ഇതൊക്കെയാണ് ചെറിയ കുഞ്ഞു ബേബി സെറ്റ് വിശേഷങ്ങൾ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ എനിക്ക് കമൻ്റായിട്ട് അടിയിൽ എഴുതണം. നിങ്ങൾക്ക് എന്തൊക്കെ വേണം, എങ്ങനെയാണ് എന്തൊക്കെ തിരുത്തണമൊക്കെ എനിക്ക് അറിയിക്കണം. അപ്പോൾ ഇൻഷാ അല്ലാഹ് അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.